ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ തുടർന്ന് കൊച്ചിയിൽ പ്രതിഷേധത്തിൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. കൊച്ചി ഇ ഡി ഓഫീസിലേക്ക് ആം ആദ്മി പാർട്ടിയുടെ മാർച്ചിൽ സംഘർഷം. ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കുന്നു. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി എബി ചേരുന്നു. എബി, വാർത്തയുടെ വിശദാംശങ്ങൾ. വൃന്ദ, അല്പസമയം മുമ്പാണ് പ്രവർത്തകർ ഇ ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് മുദ്രാവാക്യ വിളികൾ, ഒപ്പം തന്നെ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളായിരുന്നു. ഒടുവിൽ റോഡിൽ കുത്തിയിരുന്നുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നതിനിടെയാണ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. എന്താണ് 10ഓളം വരുന്ന പ്രവർത്തകരെയാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത്. മോദിയുടെയും BJPയുടെയും അമിത്ഷായുടെയും ഭയമാണ്, പരാജയ ഭീതിയാണ് ഇത്തരത്തിലുള്ള ഒരു അറസ്റ്റിലേക്കും ഇങ്ങനെയുള്ള നടപടികളിലേക്കും വഴിവെച്ചത് എന്നുള്ളൊരു വിമർശനമാണ് പ്രവർത്തകർ എന്തായാലും ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ രാജ്യമെമ്പാടും നടക്കുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് എറണാകുളത്തും ഈ ഒരു ഇത്തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചത്. അല്പസമയം മുമ്പ് പ്രവർത്തകരെ ഏറെ നേരം മുദ്രാവാക്യ വിളികൾ ഉയർത്തിക്കൊണ്ട് തന്നെ ED എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഒരു വേട്ടപ്പട്ടിയുടെ വേഷത്തിലാണ് ഇപ്പോൾ വരുന്നത് എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ ഉൾപ്പെടെ ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് കൊച്ചിയിലും പ്രതിഷേധ സമരങ്ങൾ അരങ്ങേറുന്നത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ കേരളത്തിലും വ്യാപകമായ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇ ഡി ഓഫീസിലേക്ക് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കിയിരിക്കുന്നു. 10ഓളം വരുന്ന പ്രവർത്തകരെയാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും എബി. 1967 4-ാം നിയമസഭാ തെരഞ്ഞെടുപ്പിലും 4-ാം ലോക്സഭാ